ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ജെല്ലി മിഠായിയുടെ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഭയങ്കര കൊതിയാണ് ജെല്ലി മിഠായി. അപ്പോൾ ഞാൻ ഓർത്തു സർപ്രൈസായിട്ട് അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. അപ്പോൾ ഇതൊന്ന് പ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ലായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തോന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഫസ്റ്റ് ജെലാറ്റിനാണ് വേണ്ടത്, പ്ലെയിൻ ജെലാറ്റിനാണ് വേണ്ടത്, ഫ്ലേവേർഡ് ഒന്നും പാടില്ല. ഇനി നമ്മളൊരു അര കപ്പ് വെള്ളത്തിൽ പ്ലെയിൻ വാട്ടറിൽ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ഷുഗറിലേക്ക് 1/4 കപ്പ് നോർമൽ വാട്ടർ, നല്ല തണുത്ത വെള്ളമോ ചൂടുള്ള വെള്ളമൊന്നും വേണ്ട, നമ്മുടെ സാധാരണ ടാപ്പ് വാട്ടർ, നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇതിനൊരു പരുവുണ്ട്, അത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ ഒരു കുഞ്ഞു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം, ആ രീതിയിലേക്ക് അത് വരും. അപ്പോൾ നമ്മളതായിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് തരി ഉപ്പിട്ട് കൊടുക്കുകയാണ് അതിനകത്ത്, ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഒരു 11 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ, മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. 11 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഷുഗർ സിറപ്പിൽ പ്ലെയിൻ വാട്ടറിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിക്കുമ്പോൾ നമുക്ക് അത് കട്ടയായിട്ട് കിടക്കണുണ്ടോ, നമുക്ക് കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് 11 മിനിറ്റിൽ എനിക്കിത് ഇങ്ങനെ ആയി കേട്ടോ. അപ്പോൾ നിങ്ങളും ആ ടൈം വെച്ചിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും, കണ്ടോ. അപ്പോൾ ജെല്ലി മിഠായി എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഈ സമയത്ത് നമ്മൾ ഈ തീയൊന്ന് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ജെലാറ്റിൻ നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സായിട്ട് തന്നെ ആവണം. അപ്പോൾ അത് അലിയാണ്ട് കിടന്നിരുന്നതൊക്കെ നമുക്കിതിലേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയാൽ പെട്ടെന്ന് തന്നെ അത് യോജിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. അതിന് ശേഷം നമുക്ക് പയ്യെ ഒന്ന് ഇനി തീ ഓണാക്കി കൊടുക്കാം. കാര്യം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ലാസ്റ്റ് ചേർക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ നീരുണ്ടല്ലോ. അപ്പോൾ അത് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ സിറപ്പ് ഒന്ന് തിളയ്ക്കണം. ഇതേപോലെ തിളച്ചൊന്ന് ബബിൾസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ലൈം ജ്യൂസ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, മതി. ഇനി നമുക്ക് ലൈം ജ്യൂസ് ചേർത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നോർമലായി. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും അതേപോലെ തന്നെ മധുരമൊക്കെ നമ്മൾ ആഡ് ചെയ്ത് പുളിയും ആഡ് ചെയ്ത് ഇതിന് ടേസ്റ്റ് ഒന്ന് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 2 പാത്രത്തിലേക്ക് ഞാനിത് ചൂടോടെ തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ജെല്ലി മിഠായിയുടെ മെയിൻ ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറും അതിൻ്റെ ഒരു ഫ്ലേവറുമാണ്. കുട്ടികൾക്ക് ഇഷ്ടാവുന്നത് ഇതുകൊണ്ടാണ് എന്നുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാനതിലേക്ക് ഒരു 2 ഡ്രോപ്പ് നമ്മുടെ യെല്ലോ കളർ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു പൈനാപ്പിളിൻ്റെ എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ഡ്രോപ്പ് പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കളറ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം കളറ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കളറില്ലാണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കളറ് ഇട്ടിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിപ്പോൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ, വല്ല കാലത്തല്ലേ. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതും 2 ഡ്രോപ്പ് നമ്മൾ റെഡ് കളറും കൂടെ ചേർത്തിട്ട് റെഡ് കളറിലും ഞാൻ ജെല്ലീസ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീൻ മാംഗോ, അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഷോപ്പിൽ അന്വേഷിച്ചാൽ അറിയാമല്ലോ, ബേക്കിങ്ങിൻ്റെ ഷോപ്പിലുണ്ടാവും ഇതൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ആണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എസൻസൊക്കെ ചേർക്കാം, ഒന്നും പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്ട്രോബെറി എസൻസും പൈനാപ്പിൾ എസൻസും ആണ്. കൂടെ ഈ ചെഫ് മാസ്റ്റർ എന്ന് പറഞ്ഞതിൻ്റെ ലിക്വിഡ് ജെൽ കളറാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് 2 കളേഴ്സിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിലിക്കൻ മോൾഡ് വാങ്ങാം കേട്ടോ. എന്നാലേ നമുക്ക് പല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ സിലിക്കൻ മോൾഡ് മിയക്കുട്ടി തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ എപ്പോഴെങ്കിലും ജെല്ലി ഉണ്ടാക്കുമ്പോൾ ഇതിലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു പിഗിൻ്റെ ഷേപ്പിൽ ഒരെണ്ണം കൂടെ വാങ്ങിയായിരുന്നു. അപ്പോൾ ഈ 2 സിലിക്കൻ മോൾഡ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാണ്.
അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എണ്ണ തടവണം കേട്ടോ. അപ്പം മീ അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നു, ഭയങ്കര ഹാപ്പി, ജെല്ലി ഉണ്ടാക്കാൻ പോകാമെന്ന്. അപ്പോൾ അവൾ തന്നെ ഫസ്റ്റത്തെ പോർ ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അതാവുമ്പോൾ അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പയ്യെ ഒന്ന് തടവി കൊടുത്തിട്ടാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കണേ കേട്ടോ. നമ്മൾ പോറിയൊന്നും വേണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് തടവിയാൽ മതി എണ്ണ, എന്നാലാണ് നമുക്കത് വിട്ട് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് ഓരോ മോൾഡിലേക്കും കെയർഫുള്ളായിട്ട് എല്ലാനും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ആദ്യത്തെ ഇത് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ പിന്നെ ഞാൻ തന്നെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് യെല്ലോ കളറും മിക്സ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. നല്ല ഐഡിയാസുള്ള അമ്മമാരൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടിടും. പിന്നെ അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജെല്ലി മിഠായി അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നൊരു കാര്യമാണ്. ഇനി ബാക്കിയുള്ള സിലിക്കൻ മോൾഡിലൊക്കെ ഞങ്ങളിത് ഫില്ല് ചെയ്തു. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോൾഡ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലൊക്കെ വീണതൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് തുടച്ചെടുക്കണം. അതിന് ശേഷം എനിക്കിപ്പോൾ സെറ്റാവാൻ എടുത്ത സമയം അരമണിക്കൂർ കൊണ്ട് സെറ്റായിട്ടോ, വേഗമാവും. ഫ്രീസറിലൊന്നും വെക്കണ്ട, ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂറാവുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്നൊരു മോൾഡ് ഇങ്ങനെ ഇതാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് സെറ്റായി എന്നുള്ളത്. അപ്പോൾ ജെല്ലി മിഠായി ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നോക്കി നല്ല സ്മൂത്തായിട്ട് വന്നു. ഇതിനാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പിഗ് വന്നേക്കണ കണ്ടോ, യെല്ലോ കളറിലെ അടിപൊളിയായില്ലേ കാണാനും എന്തൊരു ഭംഗിയാലെ. കണ്ണും മൂക്കും ചുണ്ടൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് പിഗിൻ്റെ. അപ്പോൾ നമുക്ക് റെഡ് കളർ പറഞ്ഞാൽ ഇതേപോലെ എടുത്ത് നോക്കുക, അതും അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ നമുക്കിതെല്ലാം ഓരോന്നായിട്ട് അൺമോൾഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേതിനകത്ത് എടുത്ത് വെച്ച സ്ട്രോബെറിയാണ് മിയയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബെറി. അപ്പോൾ നമ്മളത് റെഡ് കളർ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ സ്ട്രോബെറി എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മൾ ബാക്കി എല്ലാവരും അൺമോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ പെട്ടെന്നായിരുന്നു കഴിക്കൽ തീരലൊക്കെ. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും വേഗം ഇഷ്ടമാവുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരിടത്ത് കഴിക്കുകയും ചെയ്യും. നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലേ. നമുക്ക് വല്ല കാലത്ത് ഇതേപോലെയൊക്കെ പിള്ളേരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ച് അവരെ ഒന്ന് സോപ്പിട്ടൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റും റെഡിയായി. നമ്മളുടെ ഒരു സൈഡിൽ നിന്ന് മീയക്കുട്ടി അതൊക്കെ എടുത്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് അവൾക്ക് തന്നെ ഫസ്റ്റ് കഴിക്കാൻ കൊടുക്കാമല്ലേ. ഞാനപ്പോൾ എല്ലാം അൺമോൾഡ് ചെയ്തു, ലാസ്റ്റത്തെ പീസും അൺമോൾഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിത് അവൾക്ക് കഴിക്കാൻ കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. അതുപോലെ നല്ല ഭംഗിയുണ്ട് ഓരോന്നും കാണാനായിട്ട്, സൂര്യനും എല്ലാനും. അപ്പോൾ അത് മിയയ്ക്ക് കൊടുത്തു. മിയയുടെ ഫേസിൽ ആ സന്തോഷം ഒന്ന് നോക്ക്. അപ്പോൾ ജെല്ലി മിഠായിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. ഇനി ആരെങ്കിലും ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.